അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇ.പി. എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനം ആയിട്ട് നോക്കാം. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും യോജിച്ചത് ആ ബോക്സിൽ കാണാം. അപ്പം ശരിയായത് ഓരോന്നിൻ്റെയും നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത്. ആദ്യം നമുക്ക് ആ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. 2 തരത്തിലുണ്ട്. തഹൂറായ വെള്ളം തന്നെ വേണം. നിസ്കാരമാകുന്നു ചെറിയ അശുദ്ധി. അപ്പം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത് ഏതാണ്? നിസ്കാരമാകുന്നു, അല്ലേ? അപ്പോൾ ആ ബോക്സിൽ നിന്നും നിസ്കാരമാകുന്നു എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നിസ്കാരം ദീനിൻ്റെ എന്താണ്? തൂണാണ്. അപ്പോൾ തൂണാണ് എന്നുള്ളതാണ് ശരി. അത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതുക. മൂന്നാമത്തത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തതിനോട് യോജിച്ചത്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത്, ശുദ്ധി 2 തരത്തിലുണ്ട്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? 2 തരത്തിലുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തത്, വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി, അല്ലേ? അതാണ് ശരി. അപ്പോൾ ചെറിയ അശുദ്ധി എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഏറ്റവും അവസാനത്തത് 6ാമത്തത്, നജസുകൾ നീക്കാൻ തൊഹൂറായ വെള്ളം തന്നെ വേണം. അപ്പോൾ തൊഹൂറായ വെള്ളം തന്നെ വേണം എന്നുള്ളതാണ് ആ ബോക്സിൽ നിന്നും 6ാമത്തതിന് നേരെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം വേർതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ വുളൂഇൻ്റെ ഫർളുകൾ എന്നും വുളൂഇൻ്റെ ഷർത്തുകൾ എന്നും 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ വേർതിരിക്കാം എന്നുള്ളത് അഥവാ ഇവിടെ ഏകദേശം 1, 2, 3, 4, 5 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളിൽ വുളൂഇൻ്റെ ഫർളുമുണ്ട്, വുളൂഇൻ്റെ ഷർത്തുമുണ്ട്. അപ്പോൾ അതെന്താക്കണം? വേർതിരിച്ചെഴുതണം. ആദ്യത്തേത് വുളൂഇൻ്റെ ഫർളുകൾ എന്നുള്ളതാണ്. അപ്പോൾ വുളൂഇൻ്റെ ഫർളുകളിൽ ഏതൊക്കെയാണ്? മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവൽ, 2 കൈയും മുട്ടോടു കൂടി കഴുകുക. ഇത് 3ഉമാണ് വുളൂഇൻ്റെ ഫർളുകൾ. ഇനി വുളൂഇൻ്റെ ഷർത്തുകളോ? വെള്ളം തൊഹൂറായിരിക്കുക, അതുപോലെ നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവുക. ഇത് 2ഉമാണ് വുളൂഇൻ്റെ ഷർത്തുകൾ. അപ്പം വുളൂഇൻ്റെ ഷർത്തുകൾ നല്ല രൂപത്തിൽ പഠിക്കണം, അതുപോലെ വുളൂഇൻ്റെ ഫർളുകളും മുഴുവനും പഠിക്കണം. അപ്പം അങ്ങനെ ആകുമ്പോഴേ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിയാക്കി എഴുതാം. താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം അതിന് ശരിയാക്കി ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തത്, വുളൂഇൻ്റെ ഫർളുകൾ 4 ആകുന്നു. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത് ശരിയാക്കിയിട്ട് നമ്മളിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ എത്രയാണ്? 6 ആണ്, അല്ലേ? അപ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു എന്നാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തത്, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ ത്വാഹിറാ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ശരി എങ്ങനെ എഴുതും? അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ ത്വഹൂറാ എന്ന് വരും. ഇനി മൂന്നാമത്തത്, ഔറത്ത് മറയ്ക്കുക വുളൂഇൻ്റെ ഷർത്താണ്. ആണോ? അല്ല, അല്ലേ? എന്താണ് ശരി? ഔറത്ത് മറയ്ക്കുക നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പോൾ അതാണ് ശരി. ആ ഒരു രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത്, ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കുളി. അത് കേട്ടാൽ തന്നെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും, അല്ലേ? അപ്പം ശരിയാക്കി എങ്ങനെ എഴുതും? ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഇനി നാലാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. ഉത്തരം എഴുതാം. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് അവിടെയും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത്? ഉത്തരം, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും. അപ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്.
ഇനി രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്താണ്? എന്താണ് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ? നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഒന്നുകൂടെ നോക്കാം. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, വുളൂഇൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? അപ്പോൾ വുളൂഇൽ തടവേണ്ട അവയവങ്ങളുണ്ട്, വെള്ളം കൊണ്ട് തടവേണ്ടത്, അതുപോലെ വെള്ളം കൊണ്ട് കഴുകേണ്ടത് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം വുളൂഇൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം മുഖം, 2 കൈമുട്ട് ഉൾപ്പെടെ, 2 കാൽ ഞെരിയാണി ഉൾപ്പെടെ. ഒന്നുകൂടെ നോക്കാം. മുഖവും അതുപോലെ 2 കൈമുട്ട് ഉൾപ്പെടെയും അതുപോലെ 2 കാൽ ഞെരിയാണി ഉൾപ്പെടെയും. ഇനി നാലാമത്തെ ചോദ്യം, പൂർണ്ണമായ വുളൂ ആകാൻ എന്ത് വേണം? പൂർണ്ണമായിട്ടുള്ള വുളൂ ആവാൻ എന്തൊക്കെ വേണം? സുന്നത്തുകൾ കൂടി ചെയ്യണം. അപ്പോൾ സുന്നത്തുകൾ ചെയ്തിട്ടില്ലെങ്കിലും വുളൂ ആകും. പക്ഷേ വുളൂഇൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ എന്ത് വേണം? വുളൂഇൻ്റെ സുന്നത്തുകൾ കൂടി ചെയ്യണം. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, നജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ നജസുകളുമുണ്ട് അല്ലാത്തവയുമുണ്ട്. അപ്പോൾ നജസുകൾക്ക് നേരെയാണ് എന്ത് ചെയ്യേണ്ടത്? ശരി അടയാളപ്പെടുത്തേണ്ടത്. ഒന്ന് നോക്കാം. രക്തം നജസാണ്, അപ്പോൾ ശരിയിടുക. അതുപോലെ ചത്ത മത്സ്യം അത് നജസല്ല അല്ലേ? ജലം നജസാണ്, ശരിയിടുക. മൂത്രം നജസാണ്, ശരിയിടുക. കണ്ണുനീർ നജസല്ല, അപ്പോൾ എന്തിടണ്ട? ശരിയിടണ്ട. ഇനി ആറാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ ഒരു ചോദ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. സുബ്ഹാനക ഡാഷ് വ ബിഹംദിക അഷ്ഹദു ഡാഷ് ഇല്ലാ അൻത ഡാഷ് വ അതൂബു ഇലൈക്. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് വരും. ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം. അതിൽ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രവർത്തനം എന്ത് ചെയ്യാനാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ ഉദാഹരണം കണ്ടെത്തി എഴുതാം. ഓരോ ഉദാഹരണം, താഴെ പറയുന്ന 2 സംഭവങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. എന്താണ്? തൊഹൂറായ വെള്ളം, തൊഹൂറായ വെള്ളത്തിനൊരു ഉദാഹരണം എഴുതുക. ഏതാണ്? കിണറിലെ വെള്ളം തൊഹൂറാണ്, അതുപോലെ കുളത്തിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇതൊക്കെ തൊഹൂറായ വെള്ളമാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. രണ്ടാമത്തേത് ത്വാഹിറായ വെള്ളം, അതിന് ഉദാഹരണം ഏതാണ്? ഇളനീർ വെള്ളം, കഞ്ഞിവെള്ളം, ചായ അല്ലേ? അപ്പോൾ ത്വാഹിർ എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതിനുമാണ് എന്ത് പറയുക? ത്വഹൂർ എന്ന് പറയുക. ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ എന്താക്കാൻ പറ്റില്ല, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ സാധിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ത്വഹൂറും ത്വാഹിറും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാനാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.